ദൂരെ കാണുന്നതാണ് ഹുമയൂൺ ടൂംബ്. അപ്പോൾ വൈകുന്നേരമായി, കറങ്ങി തിരിഞ്ഞ് രാജ്ഘട്ടിൽ പോയിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നേക്കുന്നത്. നല്ല ട്രാഫിക് ഉണ്ട്, നല്ല തണുപ്പുണ്ട്. സംസാരിക്കുമ്പോൾ അറിയാൻ വരുന്നുണ്ടാവും, വരയ്ക്കുന്നുണ്ട്, നല്ല തണുപ്പാണ്. ഹുമയൂൺ ടൂംബാണ് ഈ കാണുന്നത്. സ്വയാക ഉത്സാഹത്തിലാണ് ഓടുന്നത്. നല്ല തണുപ്പാണ്. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നല്ല തണുപ്പുണ്ട്. വെളിച്ചം കുറവല്ലേ, അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇവിടെയൊക്കെ നല്ല വെട്ടുണ്ട്. ഇത് വെല്ല മെയിൻറ്റൈൻഡാണ് സ്ഥലമൊക്കെ, നല്ല വെൽ മെയിൻറ്റൈൻഡാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്, ഒരുപാടില്ല. പ്രാവശ്യം ക്രിസ്മസ് വെക്കേഷൻ ഞങ്ങളിങ്ങനെ ഡൽഹിക്ക് പോന്നു. ഇവിടെ കുറേ കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് സ്പോട്ടഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹുമയൂൺ ടൂംബിലേക്ക് ഞങ്ങൾ കയറുകയാണ്. വലിയ പണ്ടത്തെ കാലത്തെ നിർമ്മിതിയാണ്. അന്നത്തെ കെട്ടിടങ്ങളൊക്കെ ഇതുപോലത്തെ കല്ലൊക്കെയാണല്ലോ, പണ്ടത്തെ മുഗൾ നിർമ്മിതി. മുകളിൽ 2 മിനാരങ്ങളൊക്കെ ഉണ്ട്, ഉള്ളിൽ വലിയൊരു മിനാരമുണ്ട്. ഇവിടെയാണ് ഹുമയൂണിലെ സമാധി സ്ഥലം. സമാധി എന്ന് പറയില്ലേ? പറയുമായിരിക്കുമല്ലേ? പറയോ അബി? സമാധി സ്ഥലം എന്ന് പറയുമോ? പറയായിരിക്കുമല്ലേ? എന്തായാലും ഹുമയൂൺ ടൂംബ്. അതെ, റെസ്റ്റിംഗ് പ്ലേസ്. ഒരു കിളിവാതിലുണ്ട്, ലൈറ്റ് ഉണ്ട്. വാവോ, ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട്. താജ്മഹൽ പോലുണ്ട്. പടം വരച്ചല്ല, ഉണ്ടാക്കിയതാണ്. സൂപ്പർ, എന്താ ഭംഗി. ഇതൊക്കെയാണ് പണ്ടത്തെ എന്താണ് നിർമ്മിതി എന്നൊക്കെ പറയാം. താജ്മഹൽ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർ വേ ഉണ്ട്. പിന്നെ അങ്ങ് വരെ ഉണ്ട്, അവിടം വരെ. ഇവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ, ഇത് താജ്മഹലിൻ്റെ മിനിയേച്ചർ പോലെ ഉണ്ട്. വാ, രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ടല്ല ഭംഗി. മുകളിലൊരു വലിയ മിനാരം, ചെറിയ 2 മിനാരങ്ങളുണ്ട് സൈഡിൽ, പുറകിലുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും ഒരു പടം വരച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലേ. പണ്ടത്തെ കാലത്തെയൊക്കെ മുഗൾ നിർമ്മിതികളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഭംഗിയുള്ള താജ്മഹലും ഇങ്ങനെയുള്ള എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ആ ഒരു കമാനം തന്നെ കണ്ടല്ലോ, വലുപ്പത്തിലൊന്നും ഹൈറ്റിലൊന്നും കണ്ടോ, ഭയങ്കര വലിയ കമാനം എല്ലാമായിട്ട്. ഹായ് പറഞ്ഞേ വാവേ. ആകെ ടയേർഡാണ്, ഞങ്ങളൊന്ന് ഛർദ്ദിച്ചൊക്കെ ക്ഷീണിച്ചിരിക്കാം അല്ലേ. വാ, അടിപൊളി. ഇവിടുത്തെ ഹെറിറ്റേജ് കൺസർവേഷനാണ്. ഇവിടെ പഴയ എല്ലാ കാര്യങ്ങളും ഒരു ഏതൊക്കെയാണ്, ഏതൊക്കെ സ്മാരകങ്ങളുള്ളതിനൊക്കെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ചേമ്പറിനുള്ളിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, കല്ല് കൊണ്ടുള്ള എന്തൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നതാണല്ലേ. ഓ, ഈ ടൈപ്പ് ഓഫ് കല്ലൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തോന്നുന്നു എന്തൊക്കെയോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോറിക് ടൈൽസ്, ടോംബിനകത്ത് വെക്കുന്ന സാധനങ്ങളല്ലേ. അടക്കം ചെയ്യുമ്പോൾ ഇതൊക്കെ വെച്ചാണ് അടക്കം ചെയ്യുന്നത്. പൈസയൊക്കെ ഉണ്ട് കേട്ടോ, പൈസയൊക്കെ ഉണ്ട്. വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്.
രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നറിയില്ല. പക്ഷേ ഇങ്ങനെ ഇവിടെ എന്തൊക്കെയോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഉള്ളിലുണ്ട്, ഉള്ളിൽ ഇതുപോലെ എന്തൊക്കെയോ. ഓ നല്ല ഇരുട്ടാണ്. അത് ലൈറ്റ് കാണിക്കും. ഇവിടുത്തെ ലിവ്ലിഹുഡ് ജനറേഷൻ. ഓ ഇവിടേക്ക് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. മൊസൈക്ക് ഫസ്റ്റ് ടൈം ഡിസ്പ്ലേ ഇൻ ഇന്ത്യ. ഓക്കെ, 2000 വർഷം ഓൾഡ് മൊസൈക്സ് ഫസ്റ്റ് ടൈം ഓൺ ഡിസ്പ്ലേ ഇൻ ഇന്ത്യ. ഇതൊക്കെ 2000 വർഷത്തെ പഴക്കമുള്ള മൊസൈക്കാണ് ഈ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ ഉണ്ടോ, 2000 വർഷത്തെ പഴക്കമുള്ളതാണ്. അല്ല, ഇത് പടമാണ്, റിയൽ അല്ല, അതിൻ്റെ പടമാണ്. ഇതുപോലത്തെ ഇത് ഇവിടെ അങ്ങനത്തെ അതിൻ്റെ പടങ്ങളാണെന്നോ. ഇവിടുത്തെ എല്ലാ ഓരോ കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയുള്ളൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് ഹുമയൂൺസ് ടോംബ്. ഇവിടെ എന്തോ ഉണ്ട്, കൾച്ചറൽ റിവൈവൽ, മുഗൾ കൾച്ചറിൻ്റെ ഓരോ കാര്യങ്ങൾ, ഓരോ പ്രോഗ്രാം അവർ നടത്തുന്നതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. അവരുടെ സൂഫി ട്രഡീഷനൊക്കെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കൊള്ളാമല്ലോ എന്തായാലും. ഇതൊരു ഗാർഡൻ റിസ്റ്റോറേഷൻ്റെ എന്താ സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഫ്രണ്ടിലത്തെ ഗാർഡനൊക്കെ 1997 തൊട്ട് 2003 വരെയുള്ള കാലയളവിൽ ഈ നടത്തിയ വർക്കുകളുടെയൊക്കെയാണ് ഫോട്ടോസൊക്കെ. ഇവിടുത്തെ ഓരോരോ ചേഞ്ചസ് ഒക്കെയാണ് ഈ പടങ്ങളിലൊക്കെ. ബിഫോർ ആഫ്റ്റർ ഒക്കെ ആയിട്ട് ഓരോ ചേഞ്ചസ് ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം, ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇന്നത്തെ നിലയിലായപ്പോഴത്തെ 1999 എങ്ങനെയായിരുന്നു എന്നുള്ളത് 2005 ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. കൊള്ളാം, എന്തായാലും കൊള്ളാം, നല്ലൊരു സ്ഥലം. ഹുമയൂൺസ് ടോംബ് കാണാൻ വന്നപ്പോൾ എൻ്റെ പുത്രൻ 8ാം ക്ലാസ് പഠിക്കുന്ന പുത്രൻ ചോദിച്ചു ഹുമയൂൺ ആരാണെന്ന്. അപ്പോൾ ഹുമയൂൺ ആരാണെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. വായിച്ച് പഠിക്കാം, നന്നായിട്ട് വായിച്ചു പഠിച്ചു. ആരാണ്, കാലഘട്ടം ജീവിച്ചത്, ഹുമയൂണിൻ്റെ ഡ്രീം എന്തായിരുന്നു, എല്ലാം ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഹുമയൂണിൻ്റെ ഭരണകാലത്തെ എംപറർ ഹുമയൂൺ, അന്നത്തെ നമ്മുടെ ഓരോ കാര്യങ്ങളെല്ലാം ഇവിടെ, അന്നത്തെ ഓരോ കെട്ടിടങ്ങൾ, കാര്യങ്ങൾ എല്ലാം ഇവിടെ ഭംഗിയായിട്ട് വച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ ഒരു സിറ്റി പ്ലാൻ ആയിരുന്നു തോന്നിയത്, മിനിയേച്ചർ അല്ലേ. ഓ, ഇതിൻ്റെ മിനിയേച്ചർ ആണെന്ന് തോന്നുന്നു ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഹുമയൂൺ ടൂംബ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേശത്ത് തന്നെ ഇവിടെ വേറെ കുറേ പാലസുകളും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെന്ന് തോന്നുമല്ലോ. അവിടെ എന്തോ ഉണ്ടല്ലോ, ഇവിടെ എന്തൊക്കെയോ ഇവിടെയുണ്ട്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ സ്റ്റോണ്, ഏത് കൈൻഡ് ഓഫ് സ്റ്റോണാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ്. ഇവിടെ ഉപയോഗിച്ച കല്ലിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഖാലി ഖാൻസ് ടൂംബിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഇതിൻ്റെ ഷേപ്പ്, ആകാർ, സ്കെയിൽ ആൻഡ് ജോമെട്രി, അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും, അതിൻ്റെ സ്കെച്ച് പ്ലാനൊക്കെ പോലെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. ടൂബിലെ ചേംബർ എങ്ങനെയാണ്, നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ എന്തായാലും കാണാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങൾ, കയറുമ്പോൾ ഉള്ള കമാനവും രീതികളും എല്ലാം ഇവിടെ പടമായിട്ട് കാണിച്ചിട്ടുണ്ട്. മിനിയേച്ചർ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഏത് മിനിയേച്ചറാണ്. ഇവിടെ അവരുടെ മുഗൾ ടൂമ്പുകളുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മുഗൾ ടൂമ്പുകൾ ഓരോരുത്തരുടെ, ബാബറുടെ ടോംബ് കാബൂളിലെ, അതുപോലെ തന്നെ ഇത് ഹുമയൂൺ ടൂംബ് ഡൽഹിയിലുള്ളത്, അക്ബറിൻ്റെ ടൂംബ് സിക്കന്ദറായിലുള്ളത്, അക്ബറിൻ്റെ ടൂംബ് താഴെയുള്ളത് ജഹാംഗീറിൻ്റെത്, ഇത് താജ്മഹൽ ആഗ്ര. ഇതെല്ലാം ഏകദേശം ഒരേപോലെയാണ് ഇതിൻ്റെയൊക്കെ നിർമ്മിതി. ഏകദേശം ഷേപ്പൊക്കെ, ആ മുകളിലുള്ള മിനാരമൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അതെല്ലാം മുഗൾ ശില്പകലയാണ്, അവരുടെ കെട്ടിടം പണിയുന്ന നിർമ്മിതിയാണ്, അവരുടെ ഭംഗി. ഇതെല്ലാം തന്നെ ഓരോ സ്ഥലങ്ങളിലായിട്ടുള്ള മുഗൾ നിർമ്മിതികളാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ പടങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. ഓരോ സെഞ്ച്വറി, 17th സെഞ്ച്വറി,
പല കാലഘട്ടങ്ങളിലായിട്ടുള്ള ഓരോരോ സൈറസിൻ്റെ ടൂമ്പ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ, ഷാലിമാർ ബാഗ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളോടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അകത്തും എന്തോ ഉണ്ട്, അകത്ത് എന്തൊക്കെയോ ഇത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. മാജിക് ഓഫ് ദ ജാളി. ജാളി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ജനലല്ലേ, ഇവിടുത്തെ ജനലിൻ്റെ എന്തോ മേക്കിംഗ് ഓഫ് എ ജാളിയാണ് വച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനലുകളും വാതിലുകളും, ജാലി ജനൽ വാതിലൊക്കെ അല്ലേ, ജനലുകളല്ലേ, അതിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ വച്ചിരിക്കുന്നത്. ഇവിടെ ഹസ്രത്ത് നിസാമുദ്ദീൻ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഹസ്രത്ത് നിസാമുദ്ദീൻ ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. ഓരോരോ കെട്ടിടങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ സെഞ്ചുറിയിലായിട്ട് ഓരോ മുഗൾ ഡൈനാസ്റ്റിയിലുള്ള ഓരോ ആൾക്കാരുടെ ഓരോ ടൂമ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ക്ലിയറായിട്ട്, ഇവിടെ ഹിസ്റ്ററി മൊത്തം, മുഗൾ ഭരണകാലത്തെ ഹിസ്റ്ററി മൊത്തം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? ദിവ്യ പ്രകാശ്, ഡിവൈൻ ലൈറ്റ്. കൊടുക്കുന്നത് ലൈറ്റുകൾ വരുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഓരോ ചില്ല്, ജാലിയുടെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ഗ്ലാസ് പീസ് വെച്ചിട്ട് ലൈറ്റ് വരാൻ പാകത്തിന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെയാണ്, പക്ഷേ ഇതിനകത്ത് ഇവിടെയാണ് ലൈറ്റ് വരുന്നതെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടെ ജാലി, അത് തന്നെ ജാലി തന്നെ. ഇവിടെ എസ്തെറ്റിക്സ്, അതിൻ്റെ ഭംഗി. എന്താ നോക്കാം, അവിടെ യൂട്യൂബിലാണോ? 6 സൈഡഡ് സ്റ്റാർസ് അല്ലേ, കേട്ടിട്ടുണ്ടല്ലേ? ഓരോ ഇവിടുത്തെ ഈ എസ്തെറ്റിക്സ് ഒക്കെ റെഡിയാക്കുന്നതിനുള്ള ഓരോരോ പ്രത്യേക ഡിസൈനുണ്ട്. ഈ ബ്ലൂ കളറൊക്കെ കാണാൻ, നമ്മുടെ ഭംഗിയെന്ന് നോക്കിയാൽ ബ്ലൂ കളർ ടൂമ്പൊക്കെ കാണാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുഗൾ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ്. ഇതൊക്കെയാണ് അവരുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതിൻ്റെ ചരിത്രം കൂടി ഹ്യൂമൻ ട്യൂബിൽ വരുന്നവർ ഈ സൈഡുകളിലായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്ന, അതുകൂടി വന്ന് കാണാൻ ശ്രമിക്കുക. ഒരുപാട് നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് കാണാം. ഇനി ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.